എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഒക്കെ അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ? അടുത്ത ആഴ്ച പ്രൊമോ വിശേഷത്തെ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമിന്റെ ഉള്ളിൽ നന്ദയെക്കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, മിഥുനെയും നന്ദയും കൂടെ വെച്ചിട്ട്. അതോടൊപ്പം തന്നെ നന്ദ ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോവാണ്. അതിന്റെ വിശേഷങ്ങളും സാന്ദ്രയുടെയും പിങ്കിയുടെയും കുതന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ കുറിച്ച് പറയാനായിട്ട് ഗൗതം കോളേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നന്ദേനെയും മിഥുനെയും വെച്ച് വൃത്തികെട്ട പോസ്റ്ററുകളൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് ആകെപ്പാടെ സങ്കടപ്പെട്ട ഗൗതം വീട്ടിലേക്ക് വരുന്നത്. ഗൗതത്തിന് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ലായിരുന്നു. നന്ദയോന് ഫോൺ വിളിക്കുക കൂടി ചെയ്തില്ല. നന്ദയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ നന്ദ ആ സമയത്ത് അറിയുന്നുണ്ടായിരുന്നില്ല. നന്ദ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് നന്ദ ഈ കാര്യങ്ങൾ അറിയുന്നത്. തന്നെയും ഇതിനെയും വെച്ച് ഇവിടെ പോസ്റ്ററുകളൊക്കെ വന്നിട്ടിടുന്നു. നന്ദയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. നന്ദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും ഗൗതം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷെ അവസാനം നന്ദ ഇങ്ങനെ ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കോളേജിലേക്ക് പോകുന്ന ഡാൻസ് പ്രാക്ടീസിനാണോ അതോ പഠിക്കാനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ പരുഷമായ രീതിയിലേക്കാണ് ഗൗതം പെരുമാറുന്നത്. നന്ദയെ സംബന്ധിച്ചോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഷോക്കായിരുന്നു. ഗൗതമിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്കുകളൊന്നും ഒരിക്കലും നന്ദ പ്രതീക്ഷിച്ചിരുന്നില്ല. തന്നെ ഗൗതം സാർ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു ചിന്ത നന്ദയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. നന്ദയ്ക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യം കൂടെ ആയിരുന്നില്ല. അവസാനം നന്ദ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നില്ല. ഗൗതം സാറിന്റെ ഇഷ്ടം അത് തന്നെയല്ലേ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണിച്ചു തന്നാൽ നമ്മൾ തോറ്റ് പിന്മാറുവാണോ ഗൗതം സാർ ചെയ്യണ്ടേ? അതിന് നമ്മൾ പ്രതിരോധിക്കുകയല്ലേ ചെയ്യണ്ടേ? ഇവിടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ടറിയാം. മിഥുനും തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതാരാ ആ പോസ്റ്റർ എഴുതി വെച്ചതെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ എന്നോട് വൈരാഗ്യമുള്ളവരായിരിക്കാം, മിഥുനോട് വൈരാഗ്യമുള്ള ആരിലും ആയിരിക്കാം. ഞങ്ങൾ ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുക്കല്, പ്രൈസ് വാങ്ങരുത്, അതായിരിക്കണം അവരുടെ ഉദ്ദേശം. പക്ഷെ ഇത്ര ഒരു നിസ്സാര സംഭവത്തിന് പേരില് ഗൗതം സാർ ഒരു കാര്യം ഓർക്കണം. ഇത്രമാത്രം എന്നെ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന ഓരോ ദിനങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ എന്നെ സംശയിക്കില്ലെന്ന് ആര് കണ്ടു? ഇപ്പം ഇതിന്റെ പേരിൽ ഈ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ മാറി നിന്നിട്ടുണ്ടെങ്കിൽ മിഥുന്റെ അത് ബാധിക്കും. അവസാന നിമിഷം ആദ്യം വേണേൽ കുഴപ്പമില്ലായിരുന്നു. അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഇനി ഒരാളെയും കൂടെ വെച്ച് പ്രാക്ടീസ് ചെയ്ത് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതിന്. അപ്പൊ ഗൗതം സാർ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ട് ഗൗതമിന്റെ മനസ്സ് മാറിയില്ല. ഗൗതമിന് ഭയങ്കര ദേഷ്യമായിരുന്നു. പക്ഷെ ഈ സംഭവം മിഥുൻ എന്ത് ചെയ്യുവാണ്? മിഥുൻ അറിഞ്ഞായിരുന്നു. അപ്പൊ കോളേജിൽ തന്നെ നന്ദയം വെച്ച് പോസ്റ്റർ പതിച്ചെന്നുള്ള കാര്യം സാന്ദ്ര വിളിച്ചപ്പോ സാന്ദ്രയോട് പറയുന്നുണ്ട്, സാന്ദ്ര ഇതുപോലൊരു സംഭവം ഉണ്ടായി കോളേജില്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അതിന്റെ ഒരു ടെൻഷനിലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്നതെന്നൊക്കെ പറയണം. പിന്നീട് സാന്ദ്ര അത് വള്ളി പുള്ളി വിടാതെ പിങ്കിനെ വിളിച്ചറിയിക്കുവാണ്. പിങ്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിങ്കിക്ക് പിന്നെ വേറൊന്നും പറയാനില്ല. എന്നാണെങ്കിൽ തേടിയ വെള്ളി കാല് ചുറ്റിയെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു പിങ്കിക്ക്. ഒരവസരം നന്ദയ്ക്കിട്ട് കുത്താനുള്ള, അല്ലെ നന്ദനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ഒരു അവസരമാണ് പിങ്കിക്ക് കിട്ടിയിരിക്കുന്നത്. പിങ്കിക്ക് മനസ്സിലായി. പിന്നീട് പിങ്കി എന്ത് ചെയ്യുവാണ്, എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് ഗൗതം അങ്ങോട്ട് വന്നു. അപ്പൊ ഗൗതമിന്റെ മുഖത്ത് നോക്കി തുറന്നടിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണല്ലോ കോളേജിലുള്ള. ഫിത്തിയിലൊക്കെ അവളുടെ പോസ്റ്ററുകളൊക്കെ വന്ന് പറയുന്ന കേട്ടല്ലോ, ശരിയാണ് ഗൗതം എന്ന് ചോദിക്കുകയാണ്. ഗൗതം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. അപ്പൊ അരുന്ധതിയും എല്ലാവരും ഉണ്ട്. പക്ഷെ അവർക്ക് എന്താ സംഭവം എന്നാന്ന് മനസ്സിലായില്ല. അവസാനം പിങ്കി പറഞ്ഞു, നന്ദയെക്കുറിച്ച് ഇപ്പൊ അവളുടെ അവിടെ ഇപ്പൊ ഡ്യുവറ്റ് ഡാൻസ് കളിക്കുന്ന ചെറുക്കനില്ലേ, എന്തോ മിഥുന്, അവനെ വെച്ചിട്ട് വലിയ വലിയ പോസ്റ്ററുകളൊക്കെയാ വന്നേക്കുന്നത് കോളേജിൽ. നല്ല പോസ്റ്ററുകളൊന്നും അല്ല, ചീത്ത പോസ്റ്ററുകളാ വല്യമ്മേ. അവർ രണ്ടുപേരും ലവ് ബേഴ്സ് ആന്നൊക്കെ പറഞ്ഞാ കണ്ടേക്കുന്നത്. അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞു? പിങ്കിന്ന് ലക്ഷ്മിയമ്മ ചോദിക്കണം. ഇതോ എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അവൻ വിളിച്ചു പറഞ്ഞാന്നൊക്കെ പറയാണ്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത്. ഇപ്പോഴാണ് ലക്ഷ്മിയമ്മ ഗൗതമിനെ ഒരു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. പക്ഷെ അവൻ എന്തോ ആരോടും അധികം സംസാരമില്ല, ആകെപ്പാടെ ഗ്ലൂമി ആയിട്ട്. അപ്പം ലക്ഷ്മിയമ്മയ്ക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പം നന്ദമോളുമായിട്ട് ഇനി പ്രശ്നം ഉണ്ടായിട്ടാണോ അവനിങ്ങനെ ആരോടും മിണ്ടാതെയൊക്കെ നടക്കുന്നതെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അവനോട് തുറന്ന് ചോദിക്കണം. അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് പിങ്കി ഈ കാര്യം പറയുന്നത്. അപ്പം ലക്ഷ്മിയൊക്കെ ഒന്ന് ശരിയായിരിക്കും പറഞ്ഞ്, അതുകൊണ്ടായിരിക്കും നന്ദമോളോട് പോലും സംസാരിക്കാതെ ഗൗതം ഇങ്ങനെ നടക്കുന്നതെന്ന്. അവൻ ലക്ഷ്മിയെ പിന്നീട് ഗൗതമിനെ കാണാൻ ചെല്ലുന്നുണ്ട്. ഗൗതമിനെ പോയി കണ്ട് അവന്റെ പ്രശ്നങ്ങൾ എന്താന്നൊക്കെ ചോദിക്കണം. പക്ഷെ ആദ്യമൊന്നും പറയാനായിട്ട് ഗൗതം കൂട്ടാക്കില്ല. പിന്നീട് താൻ കോളേജിൽ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഇയാളെ ലക്ഷ്മിയെ പറഞ്ഞു,
ഗൗതം, ഞാൻ ഒരു കാര്യം പറയാൻ നിനക്കൊന്നും തോന്നരുത്. ഇതൊക്കെ കോളേജ് ലൈഫാണ്, അത് ആ രീതി കണ്ടാൽ മതി. പിന്നെ നന്ദമ്മോൾ ഒരിക്കലും അങ്ങനെ പോയില്ലെന്ന് നിനക്ക് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ അവളെ സംശയിക്കുന്നേ? ഒരു കാരണവശാലും അവളെ സംശയിച്ചു കൂടാന്ന് പറയണം. അവള് പാവാടാ, നീ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല. അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോവാ. പക്ഷെ അന്ന് ഗൗതം നേരത്തെ ഓഫീസിലേക്ക് പോയി. നന്ദയെ മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല, ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ പോയത്. പക്ഷെ നന്ദയ്ക്ക് അത് പറ്റില്ലല്ലോ. നന്ദ എന്ത് ചെയ്യുവാണ്, ഗൗതമിന്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഗൗതം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗൗതം പുറത്തേക്ക് പോകാനായിട്ട് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് പുറത്തേക്ക് പോയിട്ട് തുടങ്ങുമായിരുന്നു. അപ്പൊ നന്ദയുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ തൻ്റെ കൂടെ വരും, തൻ്റെ ഡാൻസ് കോമ്പറ്റീഷൻ കാണും. അപ്പൊ നന്ദയുടെ ആഗ്രഹം അതായിരുന്നു. താൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഗൗതം സാർ തൻ്റെ അവിടെ മുമ്പിൽ ഉണ്ടാക്കിയാണ്, സ്റ്റേജിന്റെ താഴെ ഉണ്ടായിരിക്കണം, തന്റെ ഡാൻസ് കാണണം. അതൊക്കെ വലിയ ആഗ്രഹങ്ങളായിരുന്നു നന്ദയുടെ. അപ്പൊ നന്ദ എന്നിട്ട് ഗൗതമിനോട് പറയുന്നുണ്ട്, ഗൗതം സാറിൻ്റെ കൂടെ ഒക്കെ വരണം, എനിക്ക് എന്റെ ഗൗതം സാറിന്റെ അനുഗ്രഹം വേണം. ഡാൻസ് കോമ്പറ്റീഷൻ കയറുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഗൗതം സാറിനെ കണ്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് കയറാനായിട്ട് വരണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ ഗൗതം വളരെ പരുഷമായിട്ടാണ് നന്ദയോട് പെരുമാറിയത്. എനിക്ക് നിന്റെ ഡാൻസ് കോമ്പറ്റീഷൻ കണ്ടുകൊണ്ട് നിൽക്കാനല്ലോ സമയം, എനിക്കിവിടെ 100 കൂട്ടം ജോലി ഉണ്ട് അറിയാലോ. നീ എന്താന്ന് വെച്ചാൽ പോയി പ്രാക്ടീസ് ചെയ്യോ, ഡാൻസ് ചെയ്യോ, എന്ത് വേണം ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു നന്ദേനെ വളരെയധികം കുറ്റപ്പെടുത്തുക. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ അങ്ങനെ നന്ദ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. നന്ദ എന്ത് ചെയ്യുവാണ്, രണ്ടും കൽപ്പിച്ചു പറഞ്ഞു, ഞാൻ എന്താണ് ഈ ഡാൻസ് കോമ്പറ്റീഷൻ പങ്കെടുക്കും ഗൗതം സാർ. ഇതിനകത്ത് പ്രൈസ് കിട്ടിയാലും ശരി ഇല്ലേലും ശരി, ഇതെൻ്റെ ഒരു വാശിയാണ്. എന്റെയും ഇതിന്റെയും പേര് ചേർത്ത് കോളേജിൽ ആരാണ് ആ വൃത്തികെട്ട കമന്റുകളൊക്കെ എഴുതി വെച്ചത്, അവരെ ഞാൻ ഗൗതം സാറിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. കണ്ടു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പ്രൂവ് ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നന്ദ അങ്ങോട്ട് പോകുന്നത്. നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഗൗതമിന്റെ ഈ അവഗണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോഴുള്ള വേദന അത് ഗൗതത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗൗതത്തിന്റെ മനസ്സിലാണെങ്കിൽ നന്ദ കൈവിട്ട് പോകുമോ, ഇനിയിപ്പം ഇതിനുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയായിരുന്നു. പിങ്കിയോടുള്ള ഗൗതത്തിന്റെ മനോഭാവം ഗൗതത്തിന് അറിയാവുന്നായിരുന്നു. താൻ പിങ്കിയെ കൈവിട്ടാണ് നന്ദയെ സ്വീകരിച്ചതന്നെ. അപ്പൊ അതുപോലെ ഇനിയിപ്പം അവൾ ഇനിയിപ്പം തന്നെ കൈവിട്ടും ഇതിന്റെ കൂടെ പോവോ, അവൻ തന്നെക്കാളും ഇച്ചിരി ചെറുപ്പമാണ്, സുന്ദരനാണ്, അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മുടെ ഗൗതത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടായിരുന്നു. ഒരു സംശയരോഗം ഉണ്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് കാണുകയും ചെയ്തല്ലേ, പ്രാക്ടീസ് ഒക്കെ പോയി നന്ദയുടെ കൈ പിടിച്ച് മിഥുൻ ചെയ്ത് ഡാൻസ് കളിക്കുന്നതൊക്കെ. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ തന്നെ ഗൗതത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തെന്ന് പറഞ്ഞിട്ട് നന്ദയെ ഒരുക്കാനായിട്ട് വരുന്നത് സാന്ദ്രയായിരുന്നു. അപ്പൊ സാന്ദ്ര എന്ത് ചെയ്യാണ്, നന്ദയ്ക്ക് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾ ഈ ഡാൻസ് കോമ്പറ്റീഷന് ഒരിക്കലും പങ്കെടുക്കരുത് മിഥുനുമായിട്ട്. അവൾ അങ്ങനെ നാണം കെട്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കാതെ നാണം കെട്ട് തലയൊരിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, കോളേജിൽ തന്നെ നാണം കാണണം എല്ലാവരുടെ മുന്നിൽ. അതാണ് സാന്ദ്രയുടെ പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന് വേണ്ടിയിട്ടാണ് മിഥുനും നന്ദയും കൂടെ ഒന്നിച്ച് നിന്ന് ഡാൻസ് കളിക്കുന്നൊരു ചെറിയ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോ വെച്ചൊരു സാന്ദ്ര ഒരു കളി കളിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ വീഡിയോ വെച്ച് നന്ദയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങുവാണ് സാന്ദ്ര. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവസാനം നന്ദയെ രക്ഷിക്കാനായിട്ട് ഗൗതം വരും. ഗൗതം നന്ദയുടെ മനസ്സ് തിരിച്ചറിയും. നന്ദയുടെ ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല ഗൗതം ഇങ്ങനെ കാണിക്കുന്നത്, നന്ദ കൈവിട്ട് പോകുന്നുള്ള പേടി കൊണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞു പറഞ്ഞാലും നന്ദ നല്ലവളാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഗൗതം സംശയിച്ച് പോകത്തില്ലായിരുന്നു നന്ദേനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ഡാൻസ് കോമ്പറ്റീഷനും പങ്കെടുത്ത് പ്രൈസ് കിട്ടുമോ, അതോ ഇനിയിപ്പം നന്ദേനെ ഇപ്പം ഡാൻസ് കോമ്പറ്റീഷന് ഗൗതമോ അതോ വേറെ ആരും തടയോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.